നമസ്കാരം. കെ മാണിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഐക്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച അതികായനായിരുന്നു കെ മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായി. 13 തവണ ബജറ്റ് അവതരിപ്പിച്ചു. ഒരിക്കൽ പോലും തോൽവി അറിയാതെ അരനൂറ്റാണ്ട് കാലം നിയമസഭാംഗമായി. സർവോപരി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രമാണി. കെ മാണിയുടെ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ അണിയറക്കാരായ സഹപ്രവർത്തകർ, അടുത്തുനിന്ന് കണ്ട മാധ്യമപ്രവർത്തകർ മാണി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ഓർത്തെടുക്കുകയാണ് ഇവിടെ. ശ്രീ പി ടി നാസർ, സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ പോലും ചുവടുപിഴയ്ക്കാത്ത കലാകാരനാണ് കെ എം മാണി. എങ്ങനെയാണ് കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഓർത്തെടുക്കുന്നത്? മാണി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഓർത്തെടുക്കുമ്പോൾ ആ സാധ്യതയുടെ കലാകാരന് ഒന്നിലേറെ തവണ പിഴച്ചു എന്ന് ദുഃഖത്തോടു കൂടി ഓർക്കേണ്ടി വരും. അത് അഷ്റഫ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അറിയാതെ മുഖ്യമന്ത്രി എന്നൊന്ന് പറഞ്ഞു തുടങ്ങിപ്പോയി. സത്യത്തിൽ മാണി സാറിൻ്റെ ഏറ്റവും അവസാനത്തെ ദുഃഖവും മാണി സാറിന് ഏറ്റവും അടുത്തറിഞ്ഞവരുടെ ദുഃഖവും ഒരുപക്ഷേ മുഖ്യമന്ത്രി ആവാതെ മരിച്ചുപോയി എന്നതായിരിക്കാം. എന്തോ ആവട്ടെ, മാണി സാറിനെ വിലയിരുത്താനുള്ള ഏറ്റവും വലിയ വാക്കാണ് ആദ്യം പറഞ്ഞു പോയത്. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തികനായിരുന്നു. രാഷ്ട്രീയത്തിലെ പ്രായോഗികതയ്ക്ക് അല്ലെങ്കിൽ പ്രയോഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പോലും, യാദൃച്ഛികമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു സൈദ്ധാന്തിക മാനം ചമക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, തീരുമാനം ആദ്യം എടുക്കാം, എന്നിട്ട് കാരണം അതിന് കണ്ടുപിടിച്ചാൽ മതിയെന്ന്. അത്രത്തോളം പ്രായോഗിക മതിയായിരുന്നു അദ്ദേഹം. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്നത് എനിക്കിപ്പോഴും സംശയമാണ്. കൂടുതൽ പറയാൻ പറ്റുന്ന ആളുകൾ, ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകൾ, സി പി ജോണിനെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവർ പറഞ്ഞു വരട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാതെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പതറിപ്പോയി എന്നാണ്. തീർച്ചയായും ശ്രീ സി പി ജോൺ, പി ടി നാസർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ 13 തവണ ബജറ്റ് അവതരിപ്പിച്ചു, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായി. അപ്പോഴൊക്കെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക എന്ന സ്വപ്നം കെ എം മാണിക്ക് സാധിക്കാതെ പോയത് ആ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമായി വിലയിരുത്താൻ കഴിയും. മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വരുമ്പോഴല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ കഴിയുക. പക്ഷേ 1-2 തവണ കേരളത്തിൽ പട്ടംതാണുപിള്ള സാറും അതുപോലെ അച്യുതമേനോനും രണ്ടാം കക്ഷികളുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 70കളുടെ അവസാനത്തിൽ മാണി സാറും അത്തരത്തിലുള്ള ഒരു ഇടക്കാല മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മനസ്സിലാക്കുകയും അത് കാണാൻ സാധിക്കുകയും ചെയ്ത അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചെറിയ കക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ നേതൃകക്ഷിയിലല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ മാത്രമേ മാണി സാറിനെ പോലുള്ള ആൾക്കോ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു നേതാവിനോ ആകാൻ കഴിയുള്ളൂ. പട്ടംതാണുപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ്. 2ാം തവണയാണ് അദ്ദേഹം PSPയുടെ നേതാവായിട്ട്, 3ാം തവണയാണ് അദ്ദേഹം PSPയുടെ നേതാവായിട്ട് കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയാവുന്നത്. അത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അച്യുതമേനോനും CPI എന്ന രീതിയിൽ അദ്ദേഹം ധനമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നീട് CPMൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ മറിക്കുക, ഏത് നിലയിലും EMSൻ്റെ ഗവൺമെൻറ്റിനെ മാറ്റുക എന്ന അർത്ഥത്തിൽ അച്യുതമേനോനെ, രാജ്യസഭാംഗമായിരുന്ന അച്യുതമേനോനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാണി സാറ് എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാധ്യതയ്ക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള പൊസിഷൻസിൽ വെച്ചിട്ടുള്ള മാത്രമല്ല. കേരളത്തിൽ 40കളുടെ അവസാനത്തിലാണ് അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ കർഷകർ 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ വേദനകൾ അനുഭവിച്ച് തകർന്നു കിടക്കുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് ആ മീനച്ചൽ താലൂക്കിലും മധ്യ തിരുവിതാംകൂറിലുമുള്ള അത്തരം കൃഷിക്കാർ, കൂടുതലും സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് അവിടെ ഒരു 5 ഏക്കറോ 10 ഏക്കറോ ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ വന്നപ്പോൾ അവർ വൻതോതിൽ മലബാറിലേക്ക് കുടിയേറാൻ തുടങ്ങി.
അതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ തന്നെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഓരോ കർഷകനും ഓരോ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള പ്രശ്നം അവരുടെ പട്ടയം തന്നെയാണ്, അവരുടെ ഭൂമിയുടെ ടൈറ്റിലാണ്. അതുപോലെ അവരുടെ ഭൂമിയിലേക്കുള്ള വഴികളാണ്, കുടിവെള്ളമാണ്, അതുപോലെ തന്നെ അവരുടെ കാർഷിക വിഭവങ്ങളുടെ വിലയാണ്. ഈ 3 കാര്യങ്ങളിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ടൈറ്റില്, അതുപോലെ തന്നെ അവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ വില, ഈ 3 കാര്യങ്ങളിലും മാണി സാറ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാളിയായിരുന്നു. പലപ്പോഴും വില തകർച്ചയുണ്ടാകുന്ന ഇറക്കുമതി കൊണ്ടാണ്. ആ ഇറക്കുമതി വന്നപ്പോൾ അദ്ദേഹം ഒരു പുലിയെ പോലെ അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാണ്യവിളകളുടെ ആവിർഭാവ കാലമാണ് വാസ്തവത്തിൽ കേരള കോൺഗ്രസ് പോലുള്ള കർഷക പ്രസ്ഥാനങ്ങളുടെയും ആവിർഭാവം. രണ്ടും ഒന്ന് മറ്റൊന്ന് കൊണ്ടുണ്ടായതാണ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ നാടൻ വിളകളിൽ നിന്ന് മരച്ചീനി അല്ലെങ്കിൽ കുരുമുളക് തുടങ്ങിയിട്ടുള്ള വിളകളിൽ നിന്ന് വലിയ റബ്ബർ പോലുള്ള നാണ്യവിളകളിലേക്ക് അല്ലെങ്കിൽ വ്യാവസായിക നാണ്യവിളകളിലേക്ക് കർഷകർ ചുവടുമാറ്റം നടത്തിയപ്പോൾ വ്യവസായികളുടെ ഒരു ഇഷ്ടത്തിനൊത്ത് കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വില അത് നിശ്ചയിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അന്ന് വ്യവസായികളുടെ താല്പര്യമല്ല, കർഷകരുടെ താല്പര്യമാണ് പ്രധാനം. കർഷകർക്ക് വില കിട്ടണം എന്ന ആ റബ്ബർ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെയാണ് കേരള കോൺഗ്രസ്സായി ഉരുത്തിരിഞ്ഞ ആ കോൺഗ്രസ്സിലെ ഒരു പ്രബല വിഭാഗം, പി ടി ചാക്കോയുടെ മരണത്തിന് ശേഷം ഉണ്ടായ കോൺഗ്രസ്സിലെ പിളർപ്പ്, ഒരു പ്രാദേശികമായ പിളർപ്പിനെ അദ്ദേഹം ഒരു സാമ്പത്തികമായ അർത്ഥതലം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സിദ്ധാന്തീകരിക്കുന്നത്, തിയറൈസ് ചെയ്യുന്നത്. അധ്വാനവർഗം എന്നൊരു വർഗമുണ്ട്. ആ അധ്വാനവർഗം എന്ന് പറയുന്നത് കർഷകവർഗം തന്നെയാണ്, പെസൻട്രിയാണ്. ആ പെസൻട്രിയുടെ ചില സമയത്ത് അതിൽ റിച്ച് പെസൻട്രിക്ക് ഒരല്പം മുൻതൂക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇൻ ജനറൽ പെസൻട്രിയുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പെസൻറ്റ് പൊളിറ്റിക്സ്, ആ പെസൻറ്റ് പൊളിറ്റിക്സിനെ ഇന്ത്യ നൽകിയിട്ടുള്ള സംഭാവനകളിൽ ഒരാളാണ് കെ എം മാണി. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, കേരള കോൺഗ്രസിനെ ഒരു കർഷക പാർട്ടി എന്ന രീതിയിൽ ലേബൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിച്ഛായ കേരള കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ സംഭാവനകൾ സൈദ്ധാന്തികപരമായും പ്രായോഗികമായും ചെയ്ത നേതാവാണ് കെ എം മാണി. അതോടൊപ്പം തന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള മെയ്വഴക്കം കാണിച്ച ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. പലപ്പോഴും ഐക്യമുന്നണിക്കൊപ്പവും ഇടതുമുന്നണിക്കൊപ്പവും മാറി മാറി നിൽക്കുകയും കലഹിക്കുകയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിൽ വലിയ വിരുത് കാണിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയക്കാരൻ. അതോടൊപ്പം തന്നെ ഒരിക്കൽ പോലും ഈ രാഷ്ട്രീയക്കാരോട് അല്ലെങ്കിൽ ഇടത് വലത് മുന്നണികൾക്ക് പൂർണ്ണമായും താൻ അപ്രിയനാണ് എന്നൊരിക്കൽ പോലും പറയിപ്പിക്കാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ കൗശലത്തിന് കഴിഞ്ഞു. എങ്ങനെ കാണുന്നു കെ എം മാണി എന്ന രാഷ്ട്രീയക്കാരൻ്റെ നയചാരുതയെ? അല്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തോടും അങ്ങനെ യോജിക്കുന്നില്ല. അങ്ങനെ ഇടതുപക്ഷവും UDF അദ്ദേഹം മാറി മാറി നിന്നു എന്ന് പറയുന്നതിൽ അത്ര ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ ആവിർഭാഗം അവരൊറ്റയ്ക്കായിരുന്നു. അതിനുശേഷം 1976 അവർ കോൺഗ്രസുമായി ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നണിയുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് 80-82 2 വർഷക്കാലം അന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും അന്ന് CPM-മായി ചേർന്നതാണ്. ആ കൂട്ടത്തിൽ മാണി സാറും പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ 82 തിരിച്ചു വന്നിട്ട് അദ്ദേഹം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും UDF-ന്റെ ഭാഗമായിരുന്നു. പിന്നെ ഈ അവസാനം 2016 ഒരു 1.5 വർഷക്കാലം അദ്ദേഹം UDF-മായി ബന്ധം വിടർത്തി ഇൻഡിപെൻഡൻ്റായി നിന്നു എന്നുള്ളതല്ലാതെ ഇടതുമുന്നണിയിൽ അദ്ദേഹം അങ്ങനെ ഒരുപാട് കാലം ഇടതുമുന്നണിയും UDF-മായി മാറി മാറി വില പേശുന്ന ഒരു സ്വഭാവവും രാഷ്ട്രീയവും കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആരോപണമാണ്. അതല്ലാതെ അത് ഞാൻ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ചരിത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കാണുന്ന MLA ആണ് മാണി സാറ്. 54 വർഷം എന്നുവെച്ചാൽ 1965 ആദ്യം MLA ആയി. അന്ന് എനിക്കത്ര ഓർമ്മയില്ല. പക്ഷേ 67 അദ്ദേഹം രണ്ടാമത് വീണ്ടും MLA ആയി. പിന്നീട് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വ്യക്തി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഇത്ര ദീർഘകാലം 54 വർഷം ഒരിക്കലും തോൽവി അറിയാതെ വിജയിച്ച് കയറിയിട്ടുള്ള ഒരു MLA എന്ന് പറയുന്നത് മാണി സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച്
എന്തു പറഞ്ഞാലും അദ്ദേഹത്തെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറ. 54-ാമത്തെ വർഷം അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുമ്പോഴും ഒരു പുതിയ ഒരംഗം എത്രമാത്രം ആവേശത്തോടെയാണ്, എത്രമാത്രം താല്പര്യത്തോടെയാണ് സഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പുതിയ മെമ്പറാണെന്ന് തോന്നും. സഭാ നടപടികളിൽ, ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ ഒരു ആവേശം എപ്പോഴുമുണ്ട്. മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ, എല്ലാം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാനുള്ള ഒറ്റ ആളേ ഉള്ളത് മാണി സാറാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആവശ്യമായ എല്ലാ ചേരുവകളും കൃത്യമായി ചേർത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. നല്ല സംഘാടകനാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല പരന്ന വായനയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഏത് എക്സ്ട്രീം വരെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. നല്ല ഫണ്ട് റൈസറാണ് അദ്ദേഹം. ഒരാൾക്കൂട്ടത്തെ അദ്ദേഹം വർഷങ്ങളോളം നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരാൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം അതിനെ സൈദ്ധാന്തവൽക്കരിച്ച് അതൊരു അധ്വാനവർഗത്തിൻ്റെ ഒരു രാഷ്ട്രീയമാക്കി, ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് അത് എന്നൊക്കെ ഉള്ള ഒരു വലിയ ഒരു നിർവചനം അതിന് കൊടുത്തുകൊണ്ട് ഒരു ജനതയെ ഒരു അരനൂറ്റാണ്ട് കാലം നയിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ തലത്തിലുള്ള കഴിവുകളും അദ്ദേഹത്തിൽ ഒത്തിണങ്ങിയത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കെ മാണി കേരള കോൺഗ്രസിന് ഒരു കർഷക പാർട്ടി എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു പരിധിവരെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കർഷകരുടെ രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ കേരള കോൺഗ്രസിനെ വിലയിരുത്തപ്പെടുകയോ വിശേഷിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, ക്രൈസ്തവ സഭകളാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറ. ക്രൈസ്തവ സഭകളോടുള്ള കെ എം മാണി സാറിൻ്റെ വിധേയത്വം, മാണിയോടുള്ള സഭകളുടെ വിധേയത്വം ഒക്കെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഒരിക്കൽ പോലും ഒരു സാമുദായിക കക്ഷി എന്ന നിറം കേരള കോൺഗ്രസ്സിന് കൈവന്നിട്ടില്ല. അങ്ങനെ ആരും വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല. അത് കെ എം മാണിയുടെ ഈ രാഷ്ട്രീയ വൈദഗ്ധ്യത്തിൻ്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ബുദ്ധികൂർമ്മതയുടെ ഒരു ദൃഷ്ടാന്തമായി കാണാൻ കഴിയും. അതുമാത്രമായിട്ട് കാണാനും കഴിയില്ലല്ലോ. കേരള കോൺഗ്രസിൻ്റെ ജനനം, കേരള കോൺഗ്രസ് എന്ന പേരിട്ടത് മന്നത്ത് പത്മനാഭപിള്ളയാണ്. കേരള കോൺഗ്രസ് എന്ന പേരിടുമ്പോൾ, കേരള കോൺഗ്രസ് രൂപം കൊണ്ടുവരുമ്പം 1964 പി ടി ചാക്കോ മരിച്ചതിന് ശേഷം അന്നത്തെ ചാക്കോ ഗ്രൂപ്പുകാർ എന്ന് പിന്നീട് അവകാശപ്പെട്ട ചാക്കോ മരിക്കുമ്പോൾ ചാക്കോ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നില്ല. ചാക്കോ ഗ്രൂപ്പായി പുറത്തു പോകാനും ആലോചിച്ചിട്ടേ ഇരുന്നില്ല. എന്തോ ആവട്ടെ, ചാക്കോയുടെ മരണത്തിന് ശേഷം കോൺഗ്രസിനകത്തെ ഈ ചാക്കോ ഗ്രൂപ്പുകാർ, കെ എം ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ചാക്കോ ഗ്രൂപ്പുകാരായ 15 ആളുകൾ ആർ. മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ കൂടെ നിൽക്കുകയും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും, അന്ന് കേരള കോൺഗ്രസിന് വേണ്ടി അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് പ്രസംഗിക്കുന്നത് ആർ. ബാലകൃഷ്ണപിള്ളയാണ്. അങ്ങനെ ഈ 15 പേർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നത്, പാർട്ടിക്ക് കൊടി നിർദ്ദേശിക്കുന്നത്, പേര് നിർദ്ദേശിക്കുന്നതിന് പേരിടുന്നത് മന്നത്ത് പത്മനാഭപിള്ളയാണ്. അന്ന് ശരിക്കും ഈ പാർട്ടിയുടെ ആരംഭത്തിൽ അതൊരു ക്രിസ്ത്യൻ പാർട്ടി മാത്രമല്ല, ക്രിസ്ത്യൻ നായർ വേണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ നായർ മുന്നണി എന്ന് പറയാവുന്ന, പിന്നീട് ഏത് ഘട്ടത്തിലാണ് മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിൻ്റെ സമുദായവും പിന്മാറിയത് എന്നൊക്കെ അന്വേഷിക്കേണ്ടത് വേറെ പ്രശ്നമാണ്. ഏതായാലും ഈ പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം അതൊരു സാമുദായിക പാർട്ടി ആയിട്ടല്ല, അതൊരു കർഷക പാർട്ടി ആയിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ ഉപരി നേരത്തെ ജോൺ സംസാരിച്ചു വന്നപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ മുദ്രാവാക്യം അന്നുണ്ടായിരുന്നു. പിന്നെ കേന്ദ്രം മാത്രം ശക്തമായാൽ പോരാ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോളം തന്നെ ശക്തമാവണമെന്നുള്ളൊരു ശക്തി. അങ്ങനെ ശരിക്കും ഒരു കേരളത്തിൻ്റെ ശരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ പ്രാദേശിക പാർട്ടി എന്ന് പറയാവുന്നതാണ്. ആ തരത്തിൽ വേണം കേരള കോൺഗ്രസിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. പിൽക്കാലത്ത് സഭയുടെ ഒരു ആധിപത്യം, അല്ലെങ്കിൽ സഭയുടെ ഒരു വല്ലാത്ത കടന്നുകയറ്റം അകത്ത് ഉണ്ടായിരിക്കാം. അതിന് കാരണവും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളും ആ പാർട്ടിയുടെ പിൽക്കാല നേതാക്കൾ ഉണ്ടാക്കി കൊടുത്തിരിക്കാം. എങ്ങനെയാണെങ്കിലൊക്കെ തന്നെയും കേരള കോൺഗ്രസിനെ ശരിക്ക് ഒരു സാമുദായിക പാർട്ടിയായിട്ടോ കർഷക പാർട്ടിയായിട്ടോ അല്ല കാണേണ്ടത്. അതിനെ പഠിച്ചു തുടങ്ങേണ്ടത് കേരളത്തിലെ ആദ്യത്തെ പ്രാദേശിക പാർട്ടി എന്ന പേരിൽ തന്നെ ആയിരിക്കണം. നമുക്കറിയാം, അതിനുശേഷം വന്ന തമിഴ്നാട്ടിൽ പിന്നെ
എന്താണ് ദ്രാവിഡ പാർട്ടികൾ വരുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലുഗുദേശം വരുന്നത്. ഇതിനൊക്കെ മുന്നേ കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ജനപിന്തുണ നേടിയെടുത്ത ആദ്യത്തെ പ്രാദേശിക പാർട്ടി, ഒരു സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക, ഒരു സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടി എന്ന് വേണം കേരള കോൺഗ്രസിനെ പഠിച്ചെടുക്കാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഫ്രാൻസിസ് ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, കെ എം മാണി കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന എന്താ? അരനൂറ്റാണ്ടുകാലം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാൻസാർ. അദ്ദേഹത്തിന്റെ ആരംഭകാലം മുതൽ, അദ്ദേഹം ആദ്യമായി ഒരു നിയമസഭാ സാമാജികനായി വരുന്ന ഘട്ടം മുതലുള്ള കാലം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ദീർഘകാലം ജനപ്രതിനിധി ഏതാണ്ട് അതിന്റെ പകുതിയോളം കാലം ഒരു മന്ത്രി, ഭരണകർത്താവ് എന്ന നിലയിൽ, കേരള കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ, കർഷകരുടെ നേതാവ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്തിലും വായനയിലും. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സി പി ജോൺ, നേരത്തെ താങ്കൾ പറഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് പറഞ്ഞു വന്നത് അധ്വാനവർഗ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. കേരള കോൺഗ്രസ് എന്ന കർഷക പാർട്ടിയെ, അല്ലെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടിക്ക് ഒരു സൈദ്ധാന്തിക മുഖാവരണം നൽകാൻ കെ എം മാണിക്ക് അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതെ, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ലോകത്ത് എവിടെയാണെങ്കിലും ഈ പെസൻട്രി സംഘടിക്കുന്ന സമയത്ത് അവിടെ അവരുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി ഉയർത്തി കാണിക്കും. അത് സംഘാടനത്തിന് വളരെ എളുപ്പമുള്ളതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. കാരണം അതിപ്പോൾ ഏത് രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മൾ അവരുടെ ചില രാജ്യങ്ങളിൽ, പഴയ രാജ്യങ്ങളിൽ, ട്യൂണീഷ്യ പോലെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇസ്ലാമിക് സി പി ജോണിലേക്ക് തിരിച്ചെത്താം. ശ്രീ പി ടി നാസർ, 1973 ആലുവ പ്രമേയം, അതിനുശേഷം 1978 അധ്വാനവർഗ സിദ്ധാന്തത്തിലേക്ക് കെ എം മാണി വരുന്നു. കേരള കോൺഗ്രസ് എന്ന പ്രാദേശിക പാർട്ടി, അല്ലെങ്കിൽ കർഷക പാർട്ടി, കേവലം കർഷകരുടെ പരിമിതമായ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് രാഷ്ട്രീയത്തിൽ മുന്നോക്കം പോകുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ചിന്ത കെ എം മാണിക്ക്, ഈ സംഘടനയ്ക്ക്, ഈ സംഘാടനത്തിന് കേവലം കർഷകരെന്ന ആ ഒരു വികാരം മാത്രം മതിയായിരുന്നു ഒരു പക്ഷേ കേരള കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ. അതുപോരാ, കുറച്ചുകൂടി സൈദ്ധാന്തികപരമായ ഒരു അടിത്തറ ഈ സംഘാടനത്തിനുണ്ടാകണം എന്ന കെ എം മാണിയുടെ നിർബന്ധ ബുദ്ധിയാണ് അധ്വാനവർഗ സിദ്ധാന്തം ആവിഷ്കരിക്കാനും അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയമെന്ന് ഉറക്കെ പറയാനും മാണിയെ പ്രേരിപ്പിച്ചത്. അത് നേരത്തെ ജോൺ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. എന്നുവെച്ചാൽ അത് ഒരു കെ എം മാണിയുടെ നിർബന്ധ ബുദ്ധി മാത്രവുമായിരുന്നില്ല. ഒരു പക്ഷേ കേരള കോൺഗ്രസ്സിന് ഒരു കർഷക മുഖം, അല്ലെങ്കിൽ ഒരു കർഷക മുഖം മാത്രം കൊടുത്തത്, അല്ലെങ്കിൽ ഒരു കർഷകരുടെ പാർട്ടി മാത്രമാണ് ഒരവസ്ഥ കേരള കോൺഗ്രസ്സിന് ഉണ്ടാക്കിയത് തന്നെ ഒരു പക്ഷേ കെ എം മാണി ആയിരിക്കില്ല, ഇ ജോൺ ജേക്കബിനെ പോലത്തെ ആളുകളായിരിക്കും. കെ എം മാണി, കെ എം ജോർജ് തുടങ്ങിയ ആളുകൾ, അപ്പോൾ പി ടി ചാക്കോയുടെ നേരെ പിന്മുറക്കാർ എന്ന് പറയാവുന്ന ആർ ബാലകൃഷ്ണപിള്ള അടക്കമുള്ള കെ എം ജോർജ്, കെ എം മാണിയെ പോലുള്ള ആളുകൾ ശരിക്കും ഇതിനെ ഒരു കേരളത്തിൻ്റെ കോൺഗ്രസ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷമുള്ള ഈ മാറ്റം, ഈ കർഷക ഇതിലേക്കുള്ള വളരെ കൃത്യമായ ഒരു മാറ്റം വരുന്നത് ഈ ജോൺ ജേക്കബിൻ്റെ ഒക്കെ ഇടപെടൽ കൂടിയൊക്കെ ശേഷം. എന്തിനാ ശരിക്കും ഒരു എന്താ പറയുക, ഒരു കർഷകരുടെ മാത്രമല്ല, കർഷക തൊഴിലാളികളുടെ മാത്രമല്ല, ഈ കർഷക തൊഴിലാളികളെയും മറ്റൊരു തരത്തിലുള്ള തൊഴിലാളികളെയും എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ശരിക്കും ഒരു കർഷകരുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രം സംഘടിപ്പിക്കാൻ, അതിന് ഇത് മാത്രമായിരുന്നില്ല കാര്യമായിട്ടും ഉണ്ടാവുക. മറ്റേ അന്നത്തെ കാലഘട്ടത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ ജോൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ. അപ്പം 2 പ്രദേശങ്ങളിൽ, ഒന്ന് പിന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറേണ്ടി വന്ന കർഷകർ, സ്വാഭാവികമായിട്ടും അവർ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവർ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണല്ലോ മനുഷ്യർ സ്വന്തം നിൽക്കുന്ന മണ്ണിൽ നിന്ന് പറിച്ചെറിഞ്ഞ് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വന്ന, പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കർഷകർ, അതുപോലെ തന്നെ പിന്നെ അവർ എത്തിച്ചേർന്നതിന് ശേഷം 2-3 സ്ഥലങ്ങളിൽ, ഒന്ന് മധ്യ തിരുവിതാംകൂർ തന്നെ കിഴക്കൻ ഭാഗത്തുള്ള ഹൈറേഞ്ചിൽ, 2 വയനാടും പാലക്കാട്, കോഴിക്കോട്, പാലക്കാട് മുതൽ ഇങ്ങോട്ട് കണ്ണൂർ വരെയുള്ള ജില്ലകളുടെ കിഴക്കൻ ഭാഗത്ത്, 3 ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കർണാടകയിലെ ഷിമോഗ പോലുള്ള പ്രദേശങ്ങളിൽ, ഇങ്ങനെ 2-3 പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെട്ട, മലമ്പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെട്ട കർഷകരുടെ
അവിടെ പിടിച്ചു നിൽക്കാനും അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഈ രണ്ട് പോരാട്ടത്തിനും സ്വാഭാവികമായവർക്കും അവർക്ക് പിന്തുണ വേണ്ടിയിരുന്നു. ഇപ്പം നേരത്തെ ജോൺ പറഞ്ഞു വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ എത്തിപ്പെട്ട കർഷകർക്ക് അവിടെയൊക്കെ പട്ടയം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇന്ന് പോലും തീരാത്ത പ്രശ്നമാണത്. നമ്മൾ ഓർക്കണം. ഈ കർഷകരെ കയ്യേറ്റക്കാരായിട്ടാണോ കുടിയേറ്റക്കാരായിട്ടാണോ കാണേണ്ടത്? അല്ലെങ്കിൽ തന്നെ 971 വരെയുള്ളവരെ കുടിയേറ്റക്കാരായി കണ്ടാലും അതിനുശേഷമുള്ളവരെ കയ്യേറ്റക്കാരായിട്ടാണോ കാണേണ്ടത് എന്നുള്ള തർക്കം പോലും ഇപ്പോഴും തീർന്നിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തികച്ചും അവർക്കൊരു രാഷ്ട്രീയ പിന്തുണയുടെ ആവശ്യവും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പിന്തുണയല്ല, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഭരണകേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സഹായവും ആവശ്യമുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം അങ്ങനത്തെ ഒരു നിരന്തര കാലഘട്ടത്തിലെ കർഷക ജനതയുടെ ഒരു നിരന്തരമായ സമരം നടന്നുകൊണ്ടിരിക്കെ, ജീവിക്കാനുള്ള സമരം നടന്നുകൊണ്ടിരിക്കെ, ആ സമരത്തെ രാഷ്ട്രീയമായി സഹായിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസും മാണി സാറും എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശ്രീ CP ജോൺ, നേരത്തെ താങ്കൾ പറഞ്ഞ വരുന്നതിനിടയിൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. കേരള കോൺഗ്രസ് എന്ന കർഷക പാർട്ടിക്ക് അധ്വാനവർഗ സിദ്ധാന്തം എന്ന ഒരു പ്രത്യയശാസ്ത്ര മുഖാവരണം കൊണ്ടുവരാൻ KM മാണി നിർബന്ധിതമായ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. വാസ്തവത്തിൽ ഒരു കക്ഷിക്ക് വേണ്ടി കോടതിയിൽ വക്കീൽ വരുന്ന പോലെയാണ് ഒരു വർഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ കക്ഷി രംഗത്ത് വരിക. അതുകൊണ്ട് ഇവിടെ കേരള കോൺഗ്രസിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു കർഷക വർഗമാണ്, പ്രത്യേകിച്ച് നാണ്യവിളകളെ ആശ്രയിച്ച കുടിയേറ്റ ഭാഗത്ത് ടൈറ്റിൽ ഡീഡ് പോലും ഇല്ലാതെ പോയി കൃഷി ചെയ്യേണ്ടി വന്ന ഒരു കർഷക വർഗം. ഒരു ന്യൂ ക്ലാസ്സാണത്. പരമ്പരാഗതമായ കർഷക വർഗമല്ല, ഒരു ന്യൂ പെസൻറ്റ് ക്ലാസ്സാണ്. ആ ന്യൂ പെസൻറ്റ് ക്ലാസ്സിനൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സോഷ്യൽ ഫോംസ് അവരെടുക്കും, അവരുടേതായിട്ടുള്ള റിലീജിയനെ അവർ കൂടെ പിടിക്കും, അവരുടേതായിട്ടുള്ള ലാംഗ്വേജിനെ അവർ കൂടുതൽ പിടിക്കും, പ്രാദേശിക വികാരങ്ങളെ കൂടെ പിടിക്കും. അത് അവരുടെ ഒരു കരുത്താണ്, ഊന്നുവടികളാണ് അതൊക്കെ. ഈ ഊന്നുവടികളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ്. പക്ഷേ കേരള കോൺഗ്രസിനെ സമീപിച്ച ആളുകൾക്ക് പലപ്പോഴും ഈ ഒന്നായ നിർണയക 2 എന്ന് പറഞ്ഞതുപോലെ ഇതെന്താണ് എന്ന് മനസ്സിലാവുമ്പോൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് തന്നെ 80കളുടെ അവസാനത്തിൽ, പ്രത്യേകിച്ച് മധ്യത്തിൽ 84-ന് ശേഷം കേരള കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ മതമൗലിക പാർട്ടിയാണെന്ന് എഴുതി ഒരു പോളിറ്റ് ബ്യൂറോ ലെറ്റർ കേരളത്തിന് അയച്ചു. അതിനെയാണ് MV രാഘവൻ മുതൽ എളിയ ഞാൻ വരെയുള്ള ആളുകൾ ശക്തിയായിട്ട് എതിർത്തത്. ഇതൊരു ക്രിസ്ത്യൻ മതമൗലിക പാർട്ടി അല്ല, അതൊരു കർഷക പാർട്ടിയാണ്. അതിന് കുറച്ച് റിച്ച് പെസൻ്റ് ഉണ്ടാവാം, പൂർ പെസൻറ്റും ഉണ്ടാവാം, അതൊരു പ്രാദേശിക കക്ഷിയാണ് എന്നല്ലാതെ അതിനെ മതമൗലിക പാർട്ടിയായിട്ട്, ഫണ്ടമെൻ്റലിസ്റ്റ് പാർട്ടിയായിട്ട് മുദ്ര കുത്തരുത് എന്ന് പറയുക മാത്രമല്ല അതിനുവേണ്ടി വലിയ റിസ്ക് എടുക്കുകയും ചെയ്ത ആളുകളിൽ അന്നത്തെ ചെറുപ്പക്കാരിൽ ഒരാളാണ് ഞാനന്ന് ഓർക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച ബദൽരേഖ അത് പോളിറ്റ് ബ്യൂറോ ലെറ്ററും ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു അല്പം ഹാസ്യം കലർത്തിയിട്ട് പറഞ്ഞു, എന്നാണ് ബാലകൃഷ്ണപിള്ള ക്രിസ്ത്യാനി ആയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടത്. പക്ഷെ അത് ഒരു EMSനെ കളിയാക്കി എന്നൊക്കെ അന്ന് ഒരു വിശകലനം ഉണ്ടായി. അപ്പോൾ പലപ്പോഴും കേരള കോൺഗ്രസിനല്ല, കേരള കോൺഗ്രസിനെ വിശകലനം ചെയ്തവർക്കാണ് ഇതെന്താണ് എന്ന് മനസ്സിലാവാൻ വളരെ കൃത്യമായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് KM ജോർജ് സാറാണെങ്കിലും, അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള ആളുകളാണെങ്കിലും, ഇപ്പോൾ ജോൺ ജേക്കബ് ഒക്കെ കുറേ കൂടെ റിച്ച് പെസൻറ്റിൻ്റെ കർഷക തൊഴിലാളികൾക്ക് അവകാശങ്ങളോട് ഒരല്പം മറ്റൊരു അർത്ഥത്തിൽ അത് അത്രയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. പക്ഷെ മാണി സാർ അതല്ല. മാണി സാറ് ആ റിച്ച് പെസൻട്രിയിലെയും മിഡിൽ ക്ലാസ് പെസൻറ്റിലെയും മിഡിൽ പെസൻട്രിയുടെയും അവിടെ റൈറ്റിന് വേണ്ടി നിന്ന ഒരാളാണ്. ആ റൈറ്റ്സിന് വേണ്ടി നിൽക്കും, മറ്റാരുടെയും റൈറ്റ്സ് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭൂപരിഷ്കരണ കാര്യത്തിൽ എടുത്ത സമീപനം നോക്കൂ. അദ്ദേഹം അടങ്ങിയിട്ടുള്ള മന്ത്രിസഭ ആ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭൂപരിഷ്കരണം നടക്കേണ്ടത് ഈ ക്ലാസ്സിൽ തന്നെ കുറേ ആളുകളുടെ ആവശ്യമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനകം തന്നെ എസ്റ്റേറ്റുകളായി മാറിയിട്ടുള്ള ആ കൃഷി സ്ഥലങ്ങൾ അത് ഭൂപരിധിയിൽ പെടാതിരിക്കുകയും ചെയ്യണമായിരുന്നു. അദ്ദേഹം മന്ത്രിയായ സമയത്ത് എടുത്ത് നോക്കൂ, അദ്ദേഹത്തിന്റെ കാരുണ്യ ലോട്ടറിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ ഒരു പോളിസി പോലും ഇല്ലാതെ. CP ജോൺ, അത്തരം ആ വിഷയത്തിലേക്ക് ഒരു ഭാഗത്തേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഫ്രാൻസിസ് ജോർജിലേക്ക് ഒന്നുകൂടി പോകണം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, CP ജോൺ പറഞ്ഞു വച്ചത് താങ്കൾ കേട്ട് കാണും. ഒരുപക്ഷേ കേരള കോൺഗ്രസിനെ അതിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഒരു സാമുദായിക പാർട്ടി എന്ന് മുദ്രകുത്താൻ
കുത്തേണ്ടിയിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മുദ്ര കുത്താമായിരുന്നു. അതില്ലാതാക്കിയത് അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത അടച്ചത് കെ എം മാണിയുടെ രാഷ്ട്രീയ വിശകലന പാടവത്തിൻ്റെ കരുത്തിലാണോ? അധ്വാനവർഗ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള കർഷക രക്ഷാമന്ത്രങ്ങൾ മുന്നോട്ട് വെച്ച് അത്തരത്തിലുള്ള സാധ്യതയുടെ വഴിയടയ്ക്കാൻ കെ എം മാണി എന്ന രാഷ്ട്രീയ കൗശലക്കാരന് കഴിഞ്ഞു? അല്ല, അങ്ങനല്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനല്ല. കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്നത് കാർഷിക മേഖല, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ മാണിസാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ 65-ലെ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അദ്ദേഹം പാർട്ടിയിൽ വരുന്നു. അദ്ദേഹം അതിൽ സജീവമാകുന്നു. പാർട്ടിയുടെ ഒരു മുൻപന്തിയിലുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം മാറുന്നു, നിയമസഭാ സാമാജികനൊക്കെ ആയതിനു ശേഷം. വാസ്തവത്തിൽ മാണിസാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഓർമ്മയുണ്ടെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും, 70-കളിൽ ഈ 74, 73, 74 ആ പീരീഡിൽ നടന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം കേരള കോൺഗ്രസിന് വേർപെടേണ്ട സാഹചര്യം വന്നു. കോൺഗ്രസ് കേരള കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞൊരു സാഹചര്യം വന്നു. CPM കേരള കോൺഗ്രസുമായി അടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തി. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് കേരള കോൺഗ്രസിനെ ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ എഴുതി അറിയിച്ച ശ്രീ CP ജോൺ പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. പക്ഷേ അന്നുണ്ടായ സാഹചര്യം എന്താണ്? അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശ്രീ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ ദേശാഭിമാനിയിൽ ഒരു സീരിയസ് ഒരു ലേഖനം എഴുതുന്നു. അതായത് കേരള കോൺഗ്രസുമായി അടുക്കാൻ വേണ്ടി അദ്ദേഹം സൈദ്ധാന്തികമായിട്ടുള്ള അതിനൊരു രൂപം കൊടുക്കുകയുണ്ട്. അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അതുവരെ കായൽ രാജാക്കന്മാരുടെ പാർട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയല്ല. കേരള കോൺഗ്രസ് ചെറുകിട ഇടത്തരം കർഷകരുടെ പാർട്ടിയാണ്. ആ കർഷകരുടെ പാർട്ടിയും കർഷക തൊഴിലാളിയും തമ്മിൽ നിരന്തരമായിട്ടുള്ള ഒരു സംഘടനത്തിൻ്റെ ആവശ്യമില്ല, യോജിച്ചു പോകേണ്ടതാണ്. അപ്പോഴാണ് അന്ന് KM ജോർജ് പറഞ്ഞത് കർഷകനും കർഷക തൊഴിലാളിയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അങ്ങനെ യോജിപ്പിക്കലിലേക്ക് അടുത്ത അവസരത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നതും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പിന്നീട് മാറി മറിയുന്നതൊക്കെ. മാണിസാറ് ഈ CPM-ഉമായിട്ടുള്ള ഈ യോജിപ്പിലേക്ക് അടുക്കുന്നതിന് ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലുവ പ്രമേയം കൊണ്ടുവരുന്നത്. ആലുവയിൽ ചേർന്ന പാർട്ടിയുടെ യോഗത്തിലാണ് മാണിസാർ ഈ ആലുവ പ്രമേയം എന്ന് പറയുന്ന ആ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതും പാർട്ടിക്ക് ഒരു സോഷ്യലിസ്റ്റ് മുഖം കൊടുക്കാനുള്ളൊരു ശ്രമം അദ്ദേഹം കൊടുക്കുന്നതൊക്കെ. അതിനുശേഷമാണ് അദ്ദേഹം അത് സൈദ്ധാന്തികമായിട്ട് കുറെ കൂടി വിപുലീകരിച്ചാണ് അദ്ദേഹം ഇത് ഈ അധ്വാനവർഗ സിദ്ധാന്തം എന്നുള്ള നിലയിലേക്കൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണെങ്കിലും മാണിസാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അന്ന് വരെ കേരള കോൺഗ്രസ് അങ്ങനെ വലിയ സോഷ്യലിസം ഒന്നും പറഞ്ഞിരുന്നൊരു പാർട്ടിയല്ല. പക്ഷെ അതിലേക്ക് ഇങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ആശയം കൂടി കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു മാണിസാറിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ്. പക്ഷെ കേരള കോൺഗ്രസ് എക്കാലത്തും കർഷകർക്ക് വേണ്ടി, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു പ്രൈമറി ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും അതായിരുന്നു. ആ കാര്യത്തിൽ മാണിസാറിൻ്റെ പൊതുജീവിതത്തിൽ ഉടനീളം അദ്ദേഹം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മറ്റ് ചിന്തകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. മാണിസാറ് എന്താണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന തൻ്റെ ജീവിതകാലം മുഴുവൻ പൊതുപ്രവർത്തനം ആരംഭിച്ച് ഒരു അരനൂറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ഭരണരംഗത്തും അതുപോലെ തന്നെ അല്ലാത്തപ്പോഴുമൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും മികവോടുകൂടി ആ ചുമതലകളെല്ലാം നിറവേറ്റിയ ഒരു വ്യക്തിയായിരുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പൊതുപ്രവർത്തകർക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡിജോ, തീർച്ചയായും പാലായുടെ മാണിക്യം എന്ന് കേരള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മാണിയെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. പാലാ നിയോജക മണ്ഡലത്തിന് KM മാണി അല്ലാതെ മറ്റൊരു ജനപ്രതിനിധി ഉണ്ടായിട്ടില്ല നിയമസഭയിൽ. എല്ലാ കാലത്തും മാണി തന്നെയായിരുന്നു പാലായെ പ്രതിനിധീകരിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പാലായ്ക്ക് പുറത്തും KM മാണി ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ്? കേരള രാഷ്ട്രീയത്തിൻ്റെ വികസന രംഗത്ത് KM മാണി ഏത് തരത്തിലുള്ള സംഭാവന നൽകിയെന്നാണ് താങ്കൾ കാണുന്നത്? ആദ്യമേ തന്നെ പാലാ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിലും കഴിഞ്ഞ കുറേ കാലങ്ങൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു കേരള കോൺഗ്രസ് കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിലും മാണിസാറിൻ്റെ വേർപാടിൽ ദുഃഖവും വേദനയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഈ അവസരത്തിൽ ഞാൻ നേരട്ടെ. എന്നോട് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട CP ജോൺ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കറക്ഷനുണ്ട്. ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 15 MLA-മാരിൽ 9 പേരും അക്രൈസ്തവരായിരുന്നു. അതിനകത്ത് ദളിത് പ്രതിനിധി വരെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അന്ന് കോൺഗ്രസ്സിനൊക്കെ ഉണ്ടായിരുന്ന ഒരു
ഈ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം കൊണ്ട് കേരള കോൺഗ്രസിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് മന്നത്ത് പത്മനാഭൻ്റെയൊക്കെ ഒരു ആശീർവാദം ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം ആണ് കേരള കോൺഗ്രസ് ഇങ്ങനെ കോർണർ ചെയ്തപ്പെട്ടു പോയി എന്നാണ്. അതായത് ഒരു കർഷക പാർട്ടി, നമുക്കറിയാം കാർഷിക മേഖലയിൽ കൂടുതൽ പണിയെടുക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ആരോപണം കേൾക്കും. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു 5 ഏക്കർ റബ്ബർ തോട്ടമുള്ള ആൾക്ക് ബെൻസ് കാറിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് 5 ഏക്കർ റബ്ബർ തോട്ടമുള്ള കർഷകർ ഞങ്ങളൊക്കെ കണ്ണുനീര് വാർക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷക്കാലമായി റബ്ബർ വെട്ടാതെ കിടക്കുകയാണ്. ലാഭം ഉണ്ടെങ്കിൽ വെട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു വശം. പിന്നെ കെ എം മാണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, കെ എം മാണി നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ്. 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചു, 13 മന്ത്രിസഭ പ്രാവശ്യം മന്ത്രിയായി. അങ്ങനെ ഇതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇടത്തരം കർഷകർ തിങ്ങിപ്പാർക്കുന്ന പാലാ നിയോജക മണ്ഡലം. ആ പാലാ നിയോജക മണ്ഡലത്തിൽ കെ എം മാണിക്ക് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ ഓരോരുത്തരുടെ പേര് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യുവാനുള്ള ഒരു വ്യക്തിബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി അതിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകുകയും ഒക്കെ നഷ്ടം വന്നു എങ്കിൽ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ തോറ്റില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ധനകാര്യമന്ത്രിയായി 13 ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ അത്രയും വികസന പ്രവർത്തനം, അതായത് ഓരോ വകുപ്പിനും പണം കണ്ടെത്തി കൊടുക്കുന്നത്, പണം നീക്കിവെക്കുന്നത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കെ എം മാണിയാണ്. അദ്ദേഹം മരിച്ച ശേഷം ഞാൻ മറ്റൊരു വിവാദം പറയുകയല്ല, അത് വെച്ച് ഞങ്ങൾക്ക് പാലായ്ക്ക് കുറച്ചുകൂടെ വേണേലൊക്കെ ഒരു വികസനം വരാമായിരുന്നു. പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശരിയായ രാഷ്ട്രീയ ചില തീരുമാനങ്ങൾ ഉണ്ട്. അങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ വരുന്നിടത്ത് ഉണ്ടാകുന്ന ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റിയൊക്കെ ഒരു കേരള കോൺഗ്രസ് സങ്കല്പത്തിന് ചേരുന്നതല്ല എന്നുള്ള കാര്യം. എന്തായാലും പാലായിലെ കഠിനാധ്വാനിയായ ജനങ്ങൾ, അതുപോലെ തന്നെ വയലിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലുണ്ടായ വിദ്യാഭ്യാസപരമായ വലിയ കുതിച്ചുചാട്ടം, അതൊക്കെ സ്വാഭാവികമായും പാലാ പ്രദേശത്തിന് കെ എം മാണിയോട് തോളോട് തോൾ ചേർന്ന് നിന്ന് സഭയുടെയൊക്കെ പ്രവർത്തനം, അതുപോലെ തന്നെ അക്കാലത്തെ ഇവിടുത്തെ വ്യവസായ പ്രമുഖൻ മണർകാട് പാപ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരു സമ്പത്തും, അദ്ദേഹം സ്പോർട്സ് രംഗത്ത് ഇവിടെ അന്തർദേശീയ തരത്തിലുള്ള മത്സരങ്ങൾ വരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അന്ന് മുതൽ പാലാ അറിയപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ ഞങ്ങളോട് ചോദിച്ചിരുന്ന കെ എം മാണിയുടെ വീടിനടുത്താണോ? അത്രയും കെ എം മാണി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കെ എം മാണിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കത്തോലിക്ക വിശ്വാസികൾക്ക് മറ്റൊരു സ്ത്രീയെ നോക്കുകയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും അത് പറഞ്ഞ് കുമ്പസാരിക്കേണ്ട തെറ്റാണ്. പക്ഷേ കെ എം മാണി എപ്പോഴും പരസ്യമായി പറയാറുണ്ടായിരുന്നു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് കുട്ടിയമ്മയും ഒന്ന് പാലായുമാണെന്ന്. അപ്പോൾ അദ്ദേഹം അതുപോലെ പാലായെ സ്നേഹിച്ചിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ ഡിജോ കാപ്പൻ പറയുന്നതിന്റെ ഒരു തുടർച്ചയാണ്. വികസന രംഗത്ത് അല്ലെങ്കിൽ പുതിയ പദ്ധതികളുടെ കാര്യത്തിലൊക്കെ തന്നെ കെ മാണി കേരളത്തിൽ വലിയ സംഭാവന നൽകിയ ഒരു നേതാവാണ്. കർഷക തൊഴിലാളി പെൻഷനാകട്ടെ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു വെച്ച കാരുണ്യ പദ്ധതിയാകട്ടെ, ഇത്തരം പദ്ധതികളൊക്കെ തന്നെ കേരളത്തിന് സംഭാവന ചെയ്തത് കെ എം മാണിയാണ്. എങ്ങനെയാണ് കെ എം മാണി എന്ന ഭരണാധികാരിയെ താങ്കൾ വിലയിരുത്തുന്നത്? ആരോടാണ് ചോദ്യം? CP ജോണിനോടാണ്. യെസ്, ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണുന്ന 2 വേദികളിൽ വെച്ചിട്ടാണ്. ഒന്ന് 1990 മുതൽ UDF അംഗമായിട്ടുള്ള അന്നത്തെ ഒരു ജൂനിയർ മെമ്പറായിരുന്നു ഞാൻ. അന്ന് മാണി സാറിനെ ഞാൻ അടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ പോളിസികൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് രൂക്ഷമായിട്ടുള്ള ചർച്ചകൾ, ശക്തമായിട്ടുള്ള ചർച്ചകൾ UDFനകത്ത് നടക്കും. ആ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെ കൗതുകത്തോടുകൂടെ കേട്ടിരിക്കാറുണ്ട്. അദ്ദേഹം ആദ്യം പോളിസിയിലാണ് ഇടപെടുക. പോളിസി ഇൻ്റർവെൻഷനാണ് ആദ്യം. എന്തായിരിക്കണം നമ്മുടെ നയം? ഇപ്പോൾ ഇറക്കുമതി നയം എന്തായിരിക്കണം? ASEAN കരാറിനോടുള്ള നയം എന്തായിരിക്കണം? പട്ടയം കൊടുക്കുന്നതിനുള്ള നയം എന്തായിരിക്കണം? ആ നയത്തിൽ നിന്ന് നടപടികളിലേക്ക് പോകുന്ന ഒരു കലയാണ് മാണി സാറിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം കൊണ്ടുവരും. അദ്ദേഹം നടത്തുന്ന പ്രസൻറ്റേഷൻ, പലപ്പോഴും ഒരു വക്കീൽ കോടതിയിൽ പ്രസംഗിക്കുന്ന പോലെ UDFൻ്റെ ആ മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള വിശദാംശങ്ങളോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണ് എന്ന് വ്യക്തമാക്കുകയും ആ പോളിസിയാണ് മൊത്തത്തിൽ UDFന് നല്ലത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. മറ്റൊരു വേദി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പ്ലാനിംഗ് ബോർഡിലാണ്. പ്ലാനിംഗ് ബോർഡിൽ അദ്ദേഹത്തിനോട് 10 കൊല്ലം 2 ടേമിൽ ഞാൻ മെമ്പറായ സമയത്തും അദ്ദേഹം പ്ലാനിംഗ് ബോർഡിലെ ധനകാര്യമന്ത്രിയായിട്ട് റവന്യൂ മന്ത്രിയായിട്ടും ആദ്യം റവന്യൂ മന്ത്രിയായിട്ടും ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലും എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്
എന്നുള്ള ഒരു പ്രത്യേക ഒരു രീതി അല്ലെങ്കിൽ പ്രത്യേക ചില ട്രിക്കുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ഒന്നുകിൽ മെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുക, ഐദർ എൻഡ് ഇറ്റ് ഓർ മെൻഡ് ഇറ്റ്. ഒന്നുകിൽ അത് ശരിപ്പെടുത്തിയെടുക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. ഏത് സന്ദർഭത്തിലാണെന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചില ഒരു ഭരണപരമായിട്ടുള്ള രീതികൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്പീക്കിംഗ് ഓർഡറാണ് എഴുതുക, അല്ലാതെ നമ്മൾ പറയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ അത് പരിശോധിക്കുക എന്ന് തോന്നില്ല. കൃത്യമായൊരു ഉത്തരവ് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ആ ഹർജിയുടെ മുകളിൽ എഴുതി പിന്നെ ടൈപ്പ് ചെയ്യേണ്ട കാര്യമേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് ഉണ്ടാവാറുള്ളൂ. ഇതിൽ ഞാൻ കാരുണ്യ ലോട്ടറി എടുത്തു പറയാനുള്ള കാരണം, കാരുണ്യ ലോട്ടറിയെക്കുറിച്ച് പഠിക്കാനായിട്ടൊരാൾ പ്ലാനിംഗ് ബോർഡിൽ ഒരു പ്രതിനിധി എന്നെയാണ് അന്ന് വന്ന് കണ്ടത്. അദ്ദേഹം ചോദിച്ചു, ഇതിൻ്റെ പോളിസി എങ്ങനെയാണ്? ഇത്രയും വലിയ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കണോ? ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണോ, അല്ലെങ്കിൽ എത്ര രൂപ അടച്ചവർക്കാണ് കിട്ടുക? അങ്ങനെയാണല്ലോ, ഇൻഷുറൻസ് കമ്പനികളിലൂടെ ആണല്ലോ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുക. പക്ഷേ മാണി സാറിൻ്റെ കോൺട്രിബ്യൂഷൻ, UDFൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയെയും തൊടിയിക്കാതെ, ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഒരു രൂപ കൊടുക്കാതെ കൃത്യമായി ആര് ലോട്ടറി എടുത്താലും ആർക്ക് അസുഖം വന്നാലും ലോട്ടറി എടുക്കാത്ത ആൾക്ക് അസുഖം വന്നാലും കൃത്യമായി നൂറുകണക്കിന് കോടി രൂപ ആശുപത്രികളിൽ എത്തിച്ച് എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു വലിയ മനുഷ്യസ്നേഹിയാണ് മാണി സാർ. ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ സാറിനോട് മെമ്പർ പൂർത്തീകരിച്ചോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാണി സാറേ ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ധനകാര്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പിടിച്ച് പുണ്യാളനാക്കി കളയോ ജോണെ, അത്ര ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നുള്ളത് തമാശയായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. UDF കെ മാണിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കൂടിയുണ്ട്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, എങ്ങനെ ഓർക്കുന്നു കെ മാണിയെ? കേരളത്തിലെ അത്യപൂർവ സിദ്ധിയുള്ള ഒരു നേതാവായിരുന്നു ശ്രീ കെ മാണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മണ്ഡലത്തെ പതിറ്റാണ്ടുകൾ 52 വർഷക്കാലം പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. മാത്രമല്ല, അദ്ദേഹം ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവതരിപ്പിച്ച ബഡ്ജറ്റുകൾ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ നേരിട്ടറിയാവുന്ന, അതിലൊക്കെ കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തൻ്റെ ബഡ്ജറ്റ് കൊണ്ട് സാധാരണക്കാർക്ക് ഗുണമുണ്ടാവണം എന്നുള്ള നിലക്ക് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം അത്യധ്വാനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടാവണം, അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരണം, അതായിരുന്നു പ്രത്യേകിച്ച് കൃഷിക്കാരുടെ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്, എഫിഷ്യൻസി. ഇത്ര കഴിവുള്ള ഒരു ലീഡറെ ഞാൻ അധികം കണ്ടിട്ടില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി, ഇതൊക്കെ ഭരണപരമായ കെ മാണിയുടെ മികവുകളാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ UDFുമായി അകന്നു നിൽക്കുമ്പോൾ പോലും മുസ്ലിം ലീഗുമായി വലിയൊരു അടുപ്പം കെ മാണി സൂക്ഷിച്ചിരുന്നു. എന്താണ് ആ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ രഹസ്യം? അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയ ബന്ധമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും ഏറെക്കുറെ 2 ഏരിയയിൽ നിന്ന് വരുന്ന 2 പാർട്ടികളാണ്. കോമൺ ആയിട്ടൊരു വലിയ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ സ്നേഹബന്ധത്തിന് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിരുന്നു. അത് ലീഗ് ലീഡേഴ്സിനോട് മുഴുവൻ അദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. പാണക്കാടുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. അതേപോലെ തന്നെ ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതാണ് അദ്ദേഹം, ഇത് ലീഗിനുള്ള പിന്തുണയാണ്, ഇത് കുഞ്ഞാലിക്കുട്ടിക്കുള്ള പിന്തുണയാണ് എന്നൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറയാൻ കാരണം അതാണ്. കാരണം ആ സ്നേഹബന്ധം അദ്ദേഹം വലിയ വില മതിച്ചിരുന്നു. അത് മാത്രമല്ല, ആ സ്നേഹബന്ധം ഒരുപക്ഷെ പൊളിറ്റിക്സിൽ അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കാനും ഒക്കെ സാധിക്കും ചെയ്യുമായിരുന്നു. സ്നേഹിക്കുന്നവർ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമായിരുന്നു. അങ്ങനെ ചില പ്രത്യേകതകൾ. ശ്രീ ജിജോ കാപ്പൻ, കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം പാലയ്ക്കൊപ്പം കെ മാണി ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസിനൊപ്പം കെ മാണി ഉണ്ടായിരുന്നു. ഇനി കെ മാണിയില്ലാത്ത കേരള കോൺഗ്രസും കെ മാണിയില്ലാത്ത പാലായുമാണ്. എങ്ങനെയാണ് ഈ ഒരു വലിയ വെല്ലുവിളി നിങ്ങൾ നേരിടുന്നത്?
നേരിടാൻ പോകുന്നത്? ജോണിനോട് ഇതും ചോദിക്കാം. UDF-ൽ ആരുണ്ട്? അത് നമ്മൾ നെഹ്റു മരിച്ച ശേഷം ഇന്ത്യ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും കാലഘട്ടത്തിൽ പുതിയ നേതൃത്വം വളർന്നു വരും. പിന്നെ KM മാണിയുടെ അത്രയും ഒരു കരിസ്മ ഉള്ള ഒരു ലീഡർഷിപ്പ് ആയിരിക്കുമോ ഇനി വരുന്നതെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ KM മാണി കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം അദ്ദേഹത്തിൻ്റെ ഈ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുത ഇല്ലായ്മ. ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പ് ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ബാർ കോഴയെ സംബന്ധിച്ച് അസംബ്ലിയിൽ അന്ന് സംസാരിക്കാനുള്ള ചുമതല സുരേഷ് കുറുപ്പിനായിരുന്നു. വളരെ രൂക്ഷമായ ഭാഷയിൽ KM മാണിക്കെതിരെ സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു കാര്യം ബഹുമാനപ്പെട്ട KM മാണിയുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് അങ്ങനെ ഒരു അനിഷ്ടം പോലും പ്രകടിപ്പിക്കാതെ കുറുപ്പ് സാറേ എന്ന് വളരെ ജൂനിയറായ സുരേഷ് കുറുപ്പിനെ വരെയും വിളിച്ച് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കണ്ടപ്പോൾ കുറുപ്പിന് പോലും അത്ഭുതം തോന്നിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലോ ഒക്കെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിച്ചാൽ അവർ ആ അനിഷ്ടം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. പൊതുപ്രവർത്തകരായ ആളുകൾ, പഞ്ചായത്ത് മെമ്പർമാർ മുതൽ പാർലമെൻറ്റ് മെമ്പർമാർ വരെ ഉള്ളവർ അക്കാര്യത്തിൽ KM മാണിയെ കണ്ടുപഠിക്കണം. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു ഡിക്ഷണറി തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പിന്നെ കഠിനാധ്വാനം, വാർഡ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ ഉള്ള പരിപാടികളിൽ KM മാണി ടച്ച് ഉണ്ടാവും. അതിനകത്ത് യോഗം എവിടെ നടത്തണം, എങ്ങനെ നടത്തണം, ആരെല്ലാം പങ്കെടുക്കണം, ആരെല്ലാം പ്രസംഗിക്കണം, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൽ. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അത് ശ്രദ്ധ ചെലുത്തുമായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ബന്ധം ആ വാർഡ് പ്രസിഡന്റ് മുതലുള്ള ആളുകളുമായി അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും അവരോടുള്ള ഒരു ആത്മബന്ധം, അത് ആണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പിളർപ്പുകളിൽ അദ്ദേഹം പിടിച്ചു നിന്നത്. ഏറ്റവും ആദ്യത്തെ തന്നെ പിളർപ്പിൽ KM ജോർജും KM മാണിയുമായിട്ടുള്ള പിളർപ്പിൽ സത്യത്തിൽ സംഘടനാ സംവിധാനം എല്ലാം ജോർജ് സാറിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ജോർജ് സാർ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ മുന്നണിയിലുണ്ടായ ചില മാറ്റങ്ങളും ഒക്കെയാണ് പിന്നെ KM മാണിക്ക് തൻ്റേതായി വന്നത്. പക്ഷേ ഏത് കാലഘട്ടങ്ങളിലും കേരള കോൺഗ്രസ് പിളർപ്പിൻ്റെ ഒരു ഭാഗത്ത് KM മാണി ഉണ്ടെന്ന് ആക്ഷേപം ആളുകൾ പറയുമ്പോഴും ഇതിൻ്റെ നഷ്ടക്കാരൻ KM മാണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും വെച്ച് അദ്ദേഹം അസംബ്ലിയിലെ അംഗസംഖ്യ കുറഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനും കഴിവും പ്രാപ്തിയും കാര്യപ്രാപ്തിയും ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു. തീർച്ചയായും. ശ്രീ CP ജോൺ, ഇതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക ചോദ്യമാണ് അവസാനമായി ചോദിക്കാനുള്ളത്. കോട്ടയം DCC സെക്രട്ടറി ആയിരിക്കെയാണ് KM മാണി കേരള കോൺഗ്രസിലേക്ക് പോകുന്നത്. അന്ന് കേരള കോൺഗ്രസിലേക്ക് പോകാതെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്കും AK ആന്റണിക്കും മുമ്പേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു KM മാണി എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? രാഷ്ട്രീയത്തിൽ ഇഫിനും ബട്ടിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഇഫ്സ് ആൻഡ് ബട്ട്സ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്യുന്നില്ലെങ്കിൽ പോലും, ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നില്ലെങ്കിൽ പോലും യാതൊരു സംശയവുമില്ല അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്, ആ ട്രെയിനിങ് അദ്ദേഹം സെൻറ്റ് ജോസഫ്സിലാണ് പഠിച്ചത്, തൃശ്ശൂർപ്പള്ളിയിലെ ജസ്യൂട്ട് ട്രെയിൻഡാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ് നമ്മുടെ പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ആർ ശങ്കർ പോലുള്ള ആളുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും അതുപോലെ അച്യുത മേനോന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. EMS പിന്നെ പൂർണ്ണമായിട്ട് അദ്ദേഹം പഠിച്ചില്ലെങ്കിലും അദ്ദേഹം സെൽഫ് ട്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ ആ തരത്തിൽ വളരെയധികം ഒരു സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വായിക്കാൻ, വലിയ പുസ്തകം വായിച്ചു തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പനമ്പള്ളിക്ക് എല്ലാ കവിതകളും, ശങ്കറിന് ആർഷക എല്ലാ കവിതകളും കാണാതെ അറിയാമായിരുന്നു പറയാറുണ്ട്, ആശാൻ്റെയും വള്ളത്തോളിൻ്റെയും എല്ലാം തന്നെ. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം അധ്വാന സിദ്ധാന്തവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാണി സാറ് ദാസ് ക്യാപിറ്റലിലെ ചെറുപ്പത്തിലെ ഒന്ന് നന്നായിട്ട് വായിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് താങ്കൾ മാറുമായിരുന്നു, അല്ലെങ്കിൽ അതിന് തന്നെ ഒരു പുതിയ നല്ലൊരു വ്യാഖ്യാനം കൊടുത്ത മലയാളികളിൽ ഒരാളായിട്ട് താങ്കൾ മാറുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിക്കും. അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് ഒരു കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്ന പോലെയാണ് അദ്ദേഹം ചിരിക്കുക. എൻ്റെ ജോണേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന കേട്ടാൽ തോന്നും നമ്മളൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണ് എന്നുള്ള മട്ടിൽ. കാപ്പനൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുമായിരിക്കാം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ജൂനിയേഴ്സ്, അദ്ദേഹത്തെ കൊണ്ട് വയസ്സുകൊണ്ട് വളരെ ജൂനിയറായിട്ടുള്ള ആളുകളാണ് ഞങ്ങളെങ്കിലും, ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തമാശ പറയാൻ, ഒരുപക്ഷെ നായനാർക്ക് അങ്ങനൊരു കഴിവുണ്ടായിരുന്നു. ജൂനിയേഴ്സിന്, ലീഡർക്ക് അത്രയൊരു കഴിവുണ്ടായിരുന്നു. ജൂനിയേഴ്സിന് അവരെ കളിയാക്കാനോ തമാശ പറയാനോ ഒക്കെയുള്ള അവസരം അവർ കൊടുത്തിരുന്നു.
അതുകൊണ്ട് അത്തരത്തിൽ വളരെ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, കോംപ്രിഹെൻഷൻ, വെറും ലാംഗ്വേജ് മാത്രമല്ല, ഒരു കാര്യം വായിച്ചാൽ തീർച്ചയായും അത് ശ്രീ സി പി ജോൺ, പൂർണ്ണമായും സമയപരിമിതി മൂലമാണ് കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ഈ പറച്ചിലിൽ പങ്കെടുത്ത അതിഥികൾക്ക് സി പി ജോൺ, ഒപ്പം ഫ്രാൻസിസ് ജോർജ്, ഡിജോ കാപ്പൻ, ജോണി നല്ലൂർ, പി ടി നാസർ, എല്ലാവർക്കും നന്ദി പറയുന്നു.